രവിചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആയില്യം നക്ഷത്രത്തിന്റെ ജൂൺ 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏതൊക്കെ കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കാം. 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് ദ മൂൺ, പൊട്ടൻഷ്യൽ ഔട്ട്കം ആയിട്ട് 3 ഓഫ് പെൻഡക്കിൾസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം 3 ഓഫ് വാൻഡ്സ് ഓവറോൾ എനർജിയായി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ തൊഴിൽ മേഖലയിലോ ബിസിനസ് റിലേറ്റഡോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ ഒക്കെ ഒരു എക്സ്പാൻഷൻ, വികസനം, അപ്പോൾ അതിനേക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു പ്ലാനിങ് ചെയ്യുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ കുറേ എഫേർട്ടൊക്കെ എടുത്ത് ബിസിനസ്സിലോ വിദ്യാഭ്യാസത്തിലൊക്കെ ഒരു ബേസ് ലെവലിൽ നിങ്ങൾ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടിയും ഒക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവേണ്ടുന്ന ഒരു സമയമാണ്. ഇനി പേഴ്സണൽ ലൈഫിലാകട്ടെ മാരേജിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യാൻ ഒക്കെ പറ്റിയ സമയമാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു യാത്ര, ഇനി ബിസിനസ്സിലാണെങ്കിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുക, ഇന്റർനാഷണൽ കണക്ഷൻസ് ഒക്കെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സൂചനയുള്ള മാസമാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് മെച്യൂരിറ്റി അല്ലെങ്കിൽ മെൻ്റൽ സപ്പോർട്ടൊക്കെ ആയിട്ടുള്ള ഒരാൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ പിതൃതുല്യരായ വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ഗുരുതുല്യരായ ഒരു വ്യക്തി ഒക്കെ, അവരിലൂടെ ഒരു അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. ഇനി ഹീലിംഗ്, കൗൺസിലിംഗ്, ക്രിയേറ്റീവായി വർക്ക് ചെയ്യുന്ന തൊഴിൽ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഇതൊരു അനുകൂലമായ മാസമാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് വെല്ലുവിളിയായി വരുന്നത് മാനസികമായി ഒരു ഭാരം, മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഒക്കെ ഫീൽ ചെയ്യും. അതിന് കാരണമായി വരുന്നത് പുതിയ റിലേഷൻഷിപ്പ്, ഇമോഷണലി ഉള്ള ബിഗിനിങ്സ് ഒക്കെയാണ്. ഇവിടെ ആവേശത്തോടെ പ്രതികരിക്കാതിരിക്കുക, സമയമെടുത്ത് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല. നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക. കാര്യങ്ങൾ വ്യക്തമാവില്ല എന്ന് തോന്നിയാൽ തീരുമാനങ്ങളിൽ തിരക്ക് കൂട്ടാതെ പകരം ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ചില അടയാളങ്ങൾ, സൂചനകൾ നിങ്ങളുടെ സ്വപ്നത്തിലോ നിങ്ങളുടെ ഉള്ളിലോ ഒക്കെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ഉണ്ടാവും. മാസം അവസാനത്തോടു കൂടി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കാണിക്കുന്ന ഡെഡിക്കേഷൻ, ടീം വർക്ക് ഒക്കെ വിജയിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ, സപ്പോർട്ട് ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. അതാണ് നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ, റിസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.